Hello guys, welcome to Ishwa Talkies. ഇന്ന് നിസ്വക്കുട്ടിക്ക് ഇഷ്ടമുള്ള 2 സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതും ഒരേ മസാല വെച്ചിട്ടാണ്. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 3 മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്നും കൂടി വഴറ്റുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റുക. ഈ പൊടിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഈ ഒരു മസാല വെച്ചിട്ടാണ് ഞാൻ അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നത്. അടുത്തത് കുറച്ച് ചിക്കനാണ് ചേർക്കുന്നത്. ചിക്കൻ ഞാൻ പൊരിച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ്. ഇനി ബോയിൽ ചെയ്ത് ചിക്കനായാലും കുഴപ്പമില്ല. അതിനുശേഷം ബോയിൽ ചെയ്ത പൊട്ടാറ്റോ, ഉപ്പിട്ട് വേവിച്ച പൊട്ടാറ്റോ ആണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മസാല ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർക്കാം. ചിക്കൻ വേവിക്കുമ്പോഴും പൊട്ടാറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാനൊരു 5 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ മിക്സ് കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്ന് പരത്തിയിട്ട് നമ്മൾ ഒരു കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്യുകയാണ് വേണ്ടത്. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ ആക്കുക. ഈ സ്റ്റിക്കിന് പകരം ഐസ് സ്റ്റിക്കാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്കി വന്ന മസാല വെച്ചിട്ട് നമ്മൾ ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുക. കുറച്ച് ലൂസ് ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയൊക്കെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്യാം. എല്ലാതും ചെയ്തിട്ട് അടുത്തത് നമുക്ക് ഓയിൽ ചൂടാക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുൻവശവും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ച് നമ്മൾ മസാല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ആദ്യം എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ.
ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ സെൻറ്ററിൽ കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് വലിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 പോർഷൻ ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ 2 സ്റ്റിക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ 2 സ്റ്റിക്ക് ചെയ്ത് ഇത് ഞാനിതിൻ്റെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കട്ട് ചെയ്യുന്നത് ഒരുപാട് വേസ്റ്റ് ആവുമെന്ന് തോന്നണ്ട, അത് നമുക്കിങ്ങനെ കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിക്കൊക്കെ ചെയ്തത്. ഇത് ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഓയിലൊക്കെ പ്രശ്നമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അടുത്ത ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, സൈഡ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ സ്നാക്കിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ വെച്ചിട്ടൊരു ബാറ്റർ ഉണ്ടാക്കില്ല, അതേ ബാറ്റർ ഇതിന് ആവശ്യമാണ്. ഒന്നും കൂടി കുറച്ച് ലൂസാക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ സ്റ്റിക്ക് ആക്കി വെച്ചിട്ടുള്ള അതിൽ ഈ ബാറ്റർ മുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്യുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാതും 3 സ്റ്റിക്കും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കട്ടെ, എന്നിട്ട് ഫ്രൈ ചെയ്യാം. അതാവും ഒന്നുകൂടി നല്ലത്. അതിലേക്ക് അപ്പോഴേക്കും ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ചൂടായ എണ്ണയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് മുരിഞ്ഞ് വരണം. കോൺഫ്ലെക്സ് ഇട്ടത് തന്നെ ഒരു ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കളറൊക്കെ മാറി അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ ഇതാ ഒരേ മസാല വെച്ചിട്ടുള്ള 2 സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ക്രിസ്പിയാണ്, മറ്റത് ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.